ഹലോ ഗൈസ്, ഏറ്റുമാനൂരിൽ നിന്ന് നമ്മൾ നേരെ പോയത് അമ്പലപ്പുഴ അമ്പലത്തിലേക്കായിരുന്നേ. അവിടെ ചെന്ന ഉടനെ നമ്മൾ ചിറയിലിറങ്ങി കാലും കൈയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ചെന്ന് ക്യൂവിൽ നിൽക്കുമായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര തിരക്കാണ്. നാളെ വിഷു ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തലേദിവസം നല്ല തിരക്കായിരിക്കുമല്ലോ. വിഷുവിനാണെങ്കിൽ ഇനി പറയുകയും വേണ്ട. അവിടെ നിന്ന് വന്ന് വെയിൽ കൊണ്ട് ക്യൂവിൽ നിന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു പരുവായിട്ടോ. പിന്നെ വേഗം തന്നെ തൊഴിലിറങ്ങി കഴിഞ്ഞ് നമ്മൾ ഈ മിഴാവൊക്കെ കാണാൻ വേണ്ടി പോയി കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് ഏക ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് ഇവിടുന്ന് അന്നദാനം കഴിക്കണമെന്നായിരുന്നേ. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് കൂപ്പൺ എടുത്തില്ല കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ കൂപ്പണൊന്നും എടുത്തില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം വന്നപ്പോൾ കഴിക്കാൻ പറ്റിയ കേട്ടോ. അങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസവും ആഹാരവും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഷോപ്പിംഗ് ആണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിലെ പോലെ ഒരുപാട് കടകളുണ്ടല്ലോ 4 സൈഡിലുമായിട്ട്. അപ്പം നമ്മൾ എല്ലാ കടകളിലെ സാധനങ്ങളും ഇങ്ങനെ കണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ വെറൈറ്റി ഒരു കൃഷ്ണനെ കണ്ടു. നല്ല ഭംഗിയിലെ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു ഉരുളി മേടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രക്കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കൃഷ്ണൻ അണിഞ്ഞൊരുക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിനൊക്കെ അതിഭയങ്കര റേറ്റുമാണ്. അപ്പം നമുക്കെന്തായാലും വീഡിയോ എടുക്കാമല്ലോ, അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പം നമ്മൾ അവിടെ നിന്ന് വീഡിയോസൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തു കേട്ടോ. നമ്മളെന്തായാലും ആ കടക്കാരോട് ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഇത് അടിപൊളി ഒരു ആനയെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം നോക്കി നടന്നപ്പോഴാണ് കേട്ടോ ഒരു വെറൈറ്റി കൃഷ്ണനെ നമുക്ക് കണ്ടത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.